ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 17-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 17-ാം അധ്യായം യഹൂദയുടെ രാജാവായ യഹോശാഫാത്തിന്റെ ഭരണത്തിന്റെ ആരംഭഘട്ടത്തെ അവതരിപ്പിക്കുന്ന ഒരു സുപ്രധാന അധ്യായമാണ്. ദിനവൃത്താന്തകാരൻ യഹോശാഫാത്തിനെ ഒരു വിജയിയായ ഭരണാധികാരിയായി മാത്രം ചിത്രീകരിക്കുന്നില്ല. ദൈവത്തെ അന്വേഷിച്ചും ദൈവവചനത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കിയും രാജ്യം ആത്മീയമായി നവീകരിച്ച ഒരു ദൈവഭക്തനായ നേതാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ അധ്യായം ഒരു രാജാവിന്റെ രാഷ്ട്രീയ വിജയത്തെക്കാൾ ഉപരി ദൈവത്തിൽ ആശ്രയിക്കുന്ന നേതൃത്വത്തിന്റെ മഹത്വവും ദൈവവചനത്തിന്റെ പരിവർത്തന ശക്തിയും ദൈവഭയത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും വ്യക്തമാക്കുന്നു. ശലോമോന്റെ ഭരണശേഷം ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. വടക്കൻ രാജ്യം വിഗ്രഹാരാധനയിലേക്കും ആത്മീയ അധപ്പതനത്തിലേക്കും വഴിമാറിയപ്പോൾ തെക്കൻ രാജ്യമായ യഹൂദയ്ക്ക് ദൈവത്തോടുള്ള വിശ്വസ്തത നിലനിർത്തേണ്ട വെല്ലുവിളി ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് യഹോശാഫാത്ത് അധികാരമേറ്റത്. രാഷ്ട്രീയവും സൈനികവുമായ സുരക്ഷയേക്കാൾ ജനങ്ങളുടെ ആത്മീയ ജീവിതമാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനാൽ തന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തെ അന്വേഷിക്കുകയും ജനങ്ങളെ ദൈവവചനത്തിലേക്ക് തിരികെ നയിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ബൈബിൾ യഹോശാഫാത്തിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം തന്റെ പിതാവിന്റെ ആദ്യകാല വഴികളിൽ നടന്നു, ബാൽ വിഗ്രഹങ്ങളെ അന്വേഷിച്ചില്ല, പിതാക്കന്മാരുടെ ദൈവത്തെ അന്വേഷിച്ചു എന്നതാണ്. ഈ വാക്യം അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതത്തിന്റെയും ഭരണത്തിന്റെയും അടിസ്ഥാന തത്വത്തെ വ്യക്തമാക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുക എന്നത് ആരാധനയിൽ പങ്കെടുക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. ദൈവഭയം യഹോശാഫാത്തിന്റെ ജീവിതത്തിന്റെ അടിത്തറയായിരുന്നു. ബൈബിളിൽ ദൈവഭയം എന്നത് ഭീതിയല്ല, ദൈവത്തോടുള്ള ആദരവും വിശ്വാസവും അനുസരണവും നിറഞ്ഞ ജീവിതമാണ്. അത്തരം ജീവിതമാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. യഹോശാഫാത്തിന്റെ ഭരണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു ദേശത്തു നിന്ന് വിഗ്രഹാരാധനയുടെ അടയാളങ്ങൾ നീക്കം ചെയ്തത്. ഉയർന്ന സ്ഥലങ്ങളും അശേര പ്രതിഷ്ഠകളും നശിപ്പിച്ചതിലൂടെ അദ്ദേഹം ജനങ്ങളെ യഹോവയുടെ ആരാധനയിലേക്ക് തിരികെ വിളിച്ചു. വിഗ്രഹാരാധന വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമസ്കരിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദൈവത്തെക്കാൾ പ്രാധാന്യം മറ്റെന്തിനെയെങ്കിലും നൽകുമ്പോൾ അതും വിഗ്രഹാരാധനയായി മാറുന്നു. ഇന്നത്തെ ലോകത്തിൽ പണം, അധികാരം, പ്രശസ്തി, സാങ്കേതിക വിദ്യ, വ്യക്തിപരമായ നേട്ടങ്ങൾ എന്നിവ ദൈവത്തിന്റെ സ്ഥാനത്ത് വരുമ്പോൾ അവയും ആത്മീയ വിഗ്രഹങ്ങളായി മാറുന്നു. അതിനാൽ യഹോശാഫാത്തിന്റെ ആത്മീയ പരിഷ്കാരം ഇന്നും പ്രസക്തമാണ്. ഈ അധ്യായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യഹോശാഫാത്ത് ദേശമൊട്ടാകെ ലേവ്യരെയും പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും അയച്ച് ദൈവത്തിന്റെ ന്യായപ്രമാണം ജനങ്ങളെ പഠിപ്പിച്ചതാണ്. ഇത് പഴയ നിയമത്തിലെ സംഘടിതമായ വചന പഠന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഒരു രാജ്യത്തിന്റെ ആത്മീയ ഉണർവ് നിയമങ്ങളിലൂടെയോ സൈനിക ശക്തിയിലൂടെയോ ഉണ്ടാകുന്നില്ല. ദൈവവചനം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വേരുറയ്ക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. ദൈവവചനം മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ദൈവഹിതം തിരിച്ചറിയാൻ സഹായിക്കുകയും സമൂഹത്തെ നീതിയുടെയും വിശുദ്ധിയുടെയും വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ദൈവവചനം വിശ്വസ്തമായി പഠിപ്പിക്കുകയും വിശ്വാസികളെ ശിഷ്യരാക്കുകയും ചെയ്യുക എന്നതാണ്. യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിച്ചതിനാൽ ദൈവം അദ്ദേഹത്തിന്റെ രാജ്യം ഉറപ്പിച്ചു. ചുറ്റുമുള്ള രാജ്യങ്ങൾ യഹൂദയോട് യുദ്ധം ചെയ്യാൻ ഭയപ്പെട്ടു. ചില രാജ്യങ്ങൾ അദ്ദേഹത്തിന് സമ്മാനങ്ങളും കാഴ്ചകളും കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ സമ്പത്തും പ്രശസ്തിയും വർദ്ധിച്ചു. ഈ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവിന്റെ ഫലമല്ല, ദൈവത്തിന്റെ കൃപയുടെ പ്രകടനമായിരുന്നു. ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവത്തെ ആദ്യം അന്വേഷിക്കുന്നവർക്ക്
ആവശ്യമായതെല്ലാം ദൈവം നൽകുമെന്നാണ്. അനുഗ്രഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനുഷ്യന്റെ മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തലാണ്. അതേസമയം യഹോശാഫാത്ത് ആത്മീയനായിരുന്നുവെന്നതുകൊണ്ട് ഭരണപരമായ ഉത്തരവാദിത്തങ്ങളെ അവഗണിച്ചില്ല. അദ്ദേഹം കോട്ടകൾ ശക്തിപ്പെടുത്തി, സൈന്യത്തെ ക്രമപ്പെടുത്തി, രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കി. ഇതിലൂടെ വിശ്വാസവും ഉത്തരവാദിത്വവും പരസ്പരം വിരുദ്ധങ്ങളല്ലെന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്റെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യന്റെ പരിശ്രമത്തെ അനുഗ്രഹിക്കുന്നു, എന്നാൽ മനുഷ്യന്റെ പരിശ്രമം ദൈവത്തെ മാറ്റി സ്ഥാപിക്കുന്നില്ല. യഹോശാഫാത്തിന്റെ നേതൃത്വം ഇന്നത്തെ സഭയ്ക്കും സമൂഹത്തിനും മാതൃകയാണ്. ആത്മീയതയും നല്ല ഭരണവും ഒരുമിച്ച് നടക്കണം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ നേതൃത്വം മാത്രമാണ് ദീർഘകാല അനുഗ്രഹത്തിന് വഴിയൊരുക്കുന്നത്. സഭകളിൽ വചന പഠനം, കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന, വ്യക്തിജീവിതങ്ങളിൽ ബൈബിൾ ധ്യാനം എന്നിവ ശക്തിപ്പെടാതെ ആത്മീയ നവീകരണം സാധ്യമല്ല. ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന കുടുംബങ്ങളിലൂടെ സഭ ശക്തിപ്പെടുന്നു. ദൈവഭയമുള്ള നേതാക്കളിലൂടെ സമൂഹം നീതിയുടെയും സമാധാനത്തിന്റെയും വഴിയിൽ വളരുന്നു. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ യഹോശാഫാത്തിന്റെ വചനപഠന ശുശ്രൂഷ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. യേശു ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. തന്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരോട് എല്ലാ ജാതികളെയും ശിഷ്യരാക്കി താൻ കൽപ്പിച്ച സകലവും പ്രമാണിപ്പാൻ ഉപദേശിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അതിനാൽ വചനപഠനം സഭയുടെ ഐച്ഛിക പ്രവർത്തനമല്ല, ക്രിസ്തു ഏൽപ്പിച്ച അടിസ്ഥാന ദൗത്യമാണ്. ഈ അധ്യായം ഓരോ വിശ്വാസിയോടും ചില ആത്മപരിശോധനാ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? ദൈവവചനം എൻ്റെ ദൈനംദിന ജീവിതത്തെ നയിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട ആധുനിക വിഗ്രഹങ്ങളുണ്ടോ? എൻ്റെ കുടുംബത്തിൽ വചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ടോ? എൻ്റെ ജീവിതം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന സാക്ഷ്യമാണോ? ഈ ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നിലവാരം വ്യക്തമാക്കുന്നത്. ഉപസംഹാരമായി പറയുമ്പോൾ 2 ദിനവൃത്താന്തം 17-ാം അധ്യായം ഒരു രാജാവിന്റെ ഭരണചരിത്രം മാത്രമല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു നേതാവിലൂടെ ഒരു സമൂഹം എങ്ങനെ ആത്മീയമായി രൂപാന്തരപ്പെടുന്നു എന്നതിന്റെ ശക്തമായ സാക്ഷ്യമാണ്. യഹോശാഫാത്തിന്റെ വിജയം സൈനിക ശക്തിയിലോ രാഷ്ട്രീയ ബുദ്ധിയിലോ ആയിരുന്നില്ല, ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവവചനത്തോടുള്ള അനുസരണയിലുമായിരുന്നു. അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവവചനം സ്ഥാപിച്ചതിനാൽ ദൈവം രാജ്യം ഉറപ്പിക്കുകയും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും നൽകുകയും ചെയ്തു. ഇന്നും വ്യക്തിജീവിതത്തിലും കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും യഥാർത്ഥ നവീകരണം ഉണ്ടാകണമെങ്കിൽ യഹോശാഫാത്തിന്റെ മാതൃക പിന്തുടരേണ്ടതാണ്. ദൈവത്തെ അന്വേഷിക്കുക, അവന്റെ വചനം പഠിക്കുക, വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക, ദൈവഭയത്തിൽ നടക്കുക, ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുക. ഇതാണ് ആത്മീയ വളർച്ചയുടെയും സ്ഥിരമായ അനുഗ്രഹത്തിന്റെയും അടിസ്ഥാനം. അതിനാൽ 2 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുകയും അവന്റെ വചനത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കുകയും ചെയ്യുന്ന വ്യക്തിയെയും കുടുംബത്തെയും സഭയെയും ദൈവം ഉറപ്പിക്കുകയും സംരക്ഷിക്കുകയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.